ക്രൈസ്തലോൺ. എൻ്റെ പേര് ഷിബു. ഞാൻ വയനാട്ടിലെ പുൽപ്പള്ളിയിൽ നിന്ന് വരുന്നു. കാരണം എനിക്ക് പറയാൻ വാക്കുകളില്ല. കാരണം എൻ്റെ മോൻ ഇവിടെ വന്ന് നിൽക്കണത് തന്നെ അത് മതി എനിക്ക് സാക്ഷ്യം. കാരണം ഉണ്ടല്ലോ, കണ്ണുനീരിനെ കാണുന്ന ദൈവം ഒരിക്കലും നമ്മുടെ കണ്ണുനീര് പറയാൻ പറ്റില്ല. കാരണം ഉണ്ടല്ലോ, എൻ്റെ മോനോട് ഞാനൊരു ധ്യാനം കൂടാൻ വേണ്ടി പല സ്ഥലത്തും ഞാൻ ബുക്ക് ചെയ്തു. പക്ഷെ ഇതുവരെ എൻ്റെ മോൻ പോയില്ല. പക്ഷെ ഈ ധ്യാനത്തിന് വരാനായിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ മോൻ്റെ ഫോണ് പോയതാണ് എൻ്റെ മോൻ വരാൻ കാരണം ഫോണ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വരണമെങ്കിൽ പപ്പ ഫോൺ റെഡിയാക്കി തരണമെങ്കിൽ ധ്യാനത്തിന് വരണം. അവൻ വന്നു. കാരണം 12 മണിക്ക് എണിക്കാത്ത മോൻ ഇവിടെ 4:30 5 മണിക്ക് എണിക്കുമ്പോൾ ഉണ്ടല്ലോ, പറഞ്ഞാൽ മനസ്സിലാവില്ല ആർക്കും. എന്നെ അറിയുന്നവർക്കറിയാം ഈ വിഷമം എന്തുമാത്രം ഉണ്ടെന്ന്. പക്ഷെ ഞാൻ കഴിഞ്ഞ തവണ കൂടിയ ധ്യാനം ഒന്നുമല്ലായിരുന്നു. ഈ തവണ ധ്യാനം കൂടിയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം ഒരു പാട്ട് പോലും എനിക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ വീണുപോയി. ഇത്രയും നല്ല പാട്ടുകൾ പാടിയിട്ട് ഒരെണ്ണം പോലും എനിക്ക് കേൾക്കാനും പറ്റില്ല. പക്ഷെ അവിടെ ഇരുന്ന് കേട്ടു. പക്ഷെ ഈ ഒരു ധ്യാനത്തിൽ കിട്ടിയ അനുഭവം എൻ്റെ ശരീരം മുഴുവൻ ഇപ്പം അതിൻ്റെ ടച്ചാണ്. കാരണം മാതാവിൻ്റെ അടുത്ത് ഞാൻ തെറിച്ച് വീഴുമോ എന്നുള്ളൊരു പേടിയാണ്. അത്രയ്ക്ക് അഭിഷേകം. കാരണം ഈ ധ്യാനം അന്ന് തുടങ്ങി ഇന്നൊക്കെ ആരാധന നടത്തുമ്പോഴൊക്കെ ഈശോ ഇറങ്ങി വന്ന് ഈ ഹാള് മുഴുവൻ എല്ലാ മക്കളെയും ഇങ്ങനെ തൊടുന്നു. മാതാവിങ്ങനെ ഇറങ്ങി പോവാണ്. എല്ലാ മക്കളുടെ കരയുന്ന മക്കളെ ചേർത്ത് പിടിക്കുന്നു. സാരിമാതാവ് ഇങ്ങനെ എല്ലാവരും ചേർത്ത് പിടിക്കുന്നു. കാവൽമാലാഖമാര് ഗബ്രിയേലി സ്വർഗം ഇന്നിവിടെ ഇങ്ങനെ ഇറങ്ങുക. സ്വർഗം സന്തോഷിക്കുന്ന ഞാൻ കണ്ടത്. അതുപോലത്തെ അഭിഷേകം, പറഞ്ഞാൽ പറയാത്ത അഭിഷേകമായിരുന്നു എനിക്ക് കിട്ടിയത്. എന്തുമാത്രം അഭിഷേകമായിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോന് മാതാവിൻ്റെ മടി, എൻ്റെ മക്കൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇനി എൻ്റെ ജീവിത പങ്കാളിയുണ്ട്, അവരെയും കൊണ്ടുവരണം. കാരണം കഴിഞ്ഞ തവണ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് ധ്യാനം കൂടിയത്. ഈ തവണ വന്നപ്പോൾ ഞാൻ 8 പേരെ കൊണ്ടാണ് വന്നത്. ഇനി അടുത്ത തവണ വരുമ്പം അതിൽ കൂടുതൽ ആൾക്കാർക്ക് കൊണ്ടുവരണം. ഇത് ഒന്നാമത്തെ കാര്യം. ഈ രക്തക്കണ്ണീർ ജപമാല കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്നറിയോ, രക്തക്കണ്ണീർ ജപമാലയൊക്കെ ഞങ്ങൾ ജപമാല ചൊല്ലുന്നുണ്ടെന്ന് പറയും. പക്ഷേ ഈ രക്തക്കണ്ണീർ ജപമാലേൻ്റെ അത് വേറെയാണ്. ഞാനൊരു 1000-1500 രക്തക്കണ്ണീർ ജപമാല ചൊല്ലിയിട്ടാണ് ഞാനിവിടെ വന്നത്. കാരണം എന്നെ ധ്യാനത്തിൽ കഴിഞ്ഞാൽ ബുക്ക് ചെയ്തപ്പം രക്തക്കണ്ണീർ ജപമാല ചൊല്ലാനായിട്ട് ആരും പറഞ്ഞില്ല. പക്ഷെ ഞാൻ ചൊല്ലിയില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ രാത്രിക്കൊക്കെ ഞാൻ ചൊല്ലി. പക്ഷെ എൻ്റെ കൂട്ടത്തിൽ ഈ തവണ ടോണിയായിരുന്നു. ഞങ്ങൾ ഉറങ്ങാതിരുന്ന് ചൊല്ലുമായിരുന്നു. പിന്നെ ഈ തവണ കഴിഞ്ഞ തവണ ധ്യാനം കൂടിയിട്ട് പോയതിൻ്റെ പ്രത്യേക അനുഭവം ഞാൻ ഈ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ വിശുദ്ധരൊക്കെ വിശുദ്ധ കുർബാന കഴിച്ച് ഇങ്ങനെ നിന്നിട്ട് ഉപവസിച്ചിട്ടുണ്ടെന്ന്. എൻ്റെ ജീവിതത്തിൽ ഞാൻ 48 മണിക്കൂറൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഈ ഇവിടെ വരുന്നതിന് 4 ദിവസം മുന്നേ എന്നോട് ഒരു കാനഡയിൽ നിന്ന് ഒരു കൊച്ചു വിളിച്ച് ഒരു കല്യാണത്തിൻ്റെ കേസിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. അപ്പം ഞാൻ അസംഷൻ്റെ ചാപ്പലിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഈശോ എനിക്ക് തോന്നിക്കുകയാണെന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാം. പക്ഷെ അന്ന് ഞാൻ ഉപവസിക്കാൻ തുടങ്ങിയിട്ട് 3 ദിവസം ഈശോ ഈ വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ഞാൻ വെള്ളവും കുടിച്ച് 3 ദിവസം. 3-ാമത്തെ ദിവസം എനിക്ക് വിശപ്പില്ല. പക്ഷെ എൻ്റെ വീട്ടിൽ എനിക്ക് പ്രഷറായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ അതുകൊണ്ട് ഞാൻ നിർത്തിയതാണ്. പക്ഷെ നമ്മൾ സത്യം പറയാ, ഈ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അതിനോളം പറഞ്ഞു. ഞാനിവിടെ ഉപവസിക്കാന്ന് പറഞ്ഞാൽ ബ്രദർ ഉണ്ട് പറഞ്ഞു, ഉപവസിക്കണ്ട ഷിബുച്ചേട്ടൻ, എനിക്ക് വല മേടിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഷിബുച്ചേട്ടൻ വൈകുന്നേരം ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഉപവാസം ഇതാക്കിയത്. അതുപോലെ ഭയങ്കര അനുഭവം പറഞ്ഞാൽ ഇവിടെ വന്ന് അത് അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവുള്ളൂ. അത്രയ്ക്ക് ഇത് കാലഘട്ടത്തിന്റെ തീ എന്ന് പറഞ്ഞാൽ പോരാ, അതുപോലത്തെ തീ ഇവിടുത്തെ ധ്യാനത്തിന് ഇറങ്ങുന്നത്. അത്രയ്ക്ക് അഭിഷേകമാണ്. എന്തൊരു അഭിഷേകം, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് തീ. കാരണം ബ്രദറെ ഞാൻ പറഞ്ഞാൽ അത്രയ്ക്ക് സന്തോഷമുണ്ട്. കാരണം ഞാനിങ്ങനെ പലയിടത്തും ധ്യാനങ്ങളും ഇതിലൊക്കെ സെൻറ്ററിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഇതാണ് ധ്യാനം. ഈ ഒരു ധ്യാനമാണ് നമ്മൾ കൂടേണ്ടത്. ഈ കാലഘട്ടത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ജനങ്ങൾക്ക് വേണ്ടി നയിക്കപ്പെടുന്ന ധ്യാനം, പരിശുദ്ധാത്മാവ് നയിക്കുന്ന ധ്യാനം ഇത്. ഈ ധ്യാനം കൂടിയുണ്ടല്ലോ, നമ്മൾ അനേകം മക്കൾക്ക് അത്രയ്ക്ക് പവറായി ധ്യാനം. പറഞ്ഞാലുണ്ടല്ലോ 1 മണിക്കൂർ പറഞ്ഞാൽ തീരൂല, അത്രയ്ക്ക് അഭിഷേകം. ഈ രക്തക്കണ്ണീർ ജപമാലയൊക്കെ ഞാൻ പണ്ട് ചൊല്ലിയിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, എനിക്കിതിൻ്റെ ഇത് മനസ്സിലായി. ഈ രക്തക്കണ്ണീർ ജപമാല ഇപ്പം ഞാൻ ചൊല്ലി. രാത്രിയിൽ എൻ്റെ പെണ്ണുങ്ങൾ എന്നോട് ചോദിക്കും, നിങ്ങൾക്ക് വേറെ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. രാത്രി ഇരുന്ന് സ്തുതിക്കുക, രാത്രി തന്നെ ഇരുന്ന് സ്തുതിക്കുക. പെണ്ണുങ്ങൾ ചോദിക്കുക. ഞാൻ പല പ്രാർത്ഥിക്കുന്നവരും കണ്ടിട്ട് ഇത് പ്രാർത്ഥിച്ച് ഭ്രാന്തായി എന്ന് തോന്നുന്നു എന്നോട് പലപ്പോഴും എന്നോട് പറഞ്ഞു. കാരണം ശരിക്കും പറഞ്ഞാൽ മക്കൾക്കറിയാം ഇതിങ്ങനെ പ്രാർത്ഥിച്ച് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഇത് രാത്രിക്ക് ഉറക്കം ഞാൻ അറിയുന്നില്ല. ഉറക്കത്തിൽ തന്നെ സ്തുതിക്കുക, ഇങ്ങനെ സ്തുതിക്കുക. അത് ടോണി എന്നോട് പറഞ്ഞു, ഷിബുച്ചേട്ടന് ഉറക്കമില്ല രാത്രി, നമ്മൾ അറിയുന്നില്ല.
നമ്മളൊരു കാര്യം ചെയ്താൽ മതി. ഇവിടെ വന്നിട്ട് നിൽക്കുമ്പോഴല്ലോ, നമ്മൾ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് ഇവിടെ നിന്നിട്ട് ഇവിടെ പലരും വീഴുമ്പോൾ നമ്മൾ ഓർക്കും അതെ അവർ വീണ് തട്ടിപ്പ് ഇട്ടിപ്പാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് കിട്ടേണ്ട അനുഗ്രഹം കിട്ടൂല. നമ്മൾ ഈശോയുടെ മുന്നിൽ ഒരു കഴുതയായിട്ട് അങ്ങനെ നിന്നാ നമ്മളുണ്ടല്ലോ, ഈശോ ഇവിടെ പമ്പരം കറക്കും. പമ്പരം അതിനുണ്ടല്ലോ പ്രഭാഷകൻ 3:18, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകും, അപ്പൊ നീ എൻ്റെ കൃപയ്ക്ക് പാത്രമാകും. ആ ഒരു കൃപ അത് വേണമെങ്കിണ്ടല്ലോ, ഇത് നമ്മളുള്ള അഹങ്കാരം മാറണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളാണ്. നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിച്ചാണ്ടല്ലോ, ഞാൻ പറയും ഇത് വെറുതെ പറയണല്ല, നമുക്കിവിടെ നിൽക്കാൻ പറ്റൂല മക്കളെ. തീ ഇറങ്ങണ സ്ഥലമാണ്. കാലഘട്ടത്തിലെ പ്രവാചകരായിട്ട് എടുത്തു വരുത്തിയേക്കുന്ന ഇവരെ കാലഘട്ടം ഈ ജനങ്ങൾക്ക്. എന്നോട് എൻ്റെ കൂടെ ജോർജിയേട്ടൻ പറയും, ഈ തീയാണ് ഞാൻ എപ്പോഴും അന്വേഷിച്ചത്. ജോർജിന് പറയാം, നിനക്ക് പറ്റിയ കാലഘട്ട തീ ഉള്ളിടത്ത് നീ വന്നു പെട്ടുവെന്ന്. അതാണ് എനിക്ക് വേണ്ടതും. എനിക്ക് ഇനി അത്ര പറഞ്ഞുണ്ടല്ലോ 2 മണിക്കൂർ പറഞ്ഞാൽ തീരില്ല, അതുകൊണ്ട് ഞാൻ നിർത്തുക. കാരണം അനേകം പേർക്ക് സാക്ഷ്യം പറയാനുണ്ട്. എൻ്റെ ഈ ഒരു സാക്ഷ്യം കൊണ്ടൊന്നും ആവില്ല. കാരണം ഇത് ഞാനൊരു കാര്യം ഇത്ര പറയാൻ പരിശുദ്ധാത്മാവ് എൻ്റെ പറയാം. പല മക്കളും ഈ ധ്യാനത്തിന് വരുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട് പല മക്കൾ വിശ്വാസം ഇല്ലാത്ത മക്കൾ. അവരൊക്കെ ഉണ്ടല്ലോ നാളത്തെ ആരാധനയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ആ സമയം നമ്മുടെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നത്, കുടുംബത്തിന് മേലുള്ള കെട്ടഴിയുന്ന സമയമായിരിക്കും. ആ സമയം നമ്മൾ കാണണം മക്കളെ. ഇത് വെറുതെ നിന്നാ പറഞ്ഞാൽ പോരാ, ഇത് ജീവിതത്തിൽ പ്രവർത്തിക്കണം. ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കണം. ഈശോയ്ക്ക് വേണ്ടി മരിക്കണം നമ്മൾ തീരുമാനിച്ചാണ്ടല്ലോ, ആ ഈശോയ്ക്ക് വേണ്ടി തന്നെ മരിക്കാൻ നമ്മൾ തയ്യാറാകണം. അവിടെയാണ് ഈശോയുടെ ശക്തി. അല്ലാതെ ഉണ്ടല്ലോ നമ്മൾ മരിക്കുമെന്ന് പറഞ്ഞാൽ ഈശോ നമ്മളെ തൊടണം, നമ്മൾ വിട്ടുകൊടുക്കണം ഈശോയുടെ മുന്നിൽ. അല്ലാതെ നമുക്ക് പറ്റൂല. ഈശോ തൊട്ടാൽ മാത്രമേ നമുക്ക് എന്തിനും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ കരം നല്ല കരമാണോ? ആരുടെയെങ്കിലും കരം നല്ലതാണോ? ഒരാളുടെ കരം നല്ലതല്ല. എൻ്റെ ഈ കരം പോലും നല്ലതല്ല. പക്ഷെ ഉണ്ടല്ലോ ഈശോ തൊട്ട ആ കരം ഉണ്ടല്ലോ, ഈശോയുടെ കരവാ. അത് വേണമെങ്കിലോ തീ ഇറങ്ങണം. തീ ഇറങ്ങണമെങ്കിലോ ഈശോയെ സ്നേഹിക്കണം, പരിശുദ്ധ അമ്മയെ സ്നേഹിക്കും. ഈശോയെ സ്നേഹിച്ചുണ്ടല്ലോ പവർ. കാലകണ്ഠ തീ ബ്രദർ വെറുതെ പറഞ്ഞാല, ഈ കാലകണ്ഠ തീയാ ഇറങ്ങണത് അനേകം മക്കളിലേക്ക് ഇറങ്ങാൻ. ഇത് പറഞ്ഞാൽ തീരില്ല, ഞാൻ നിർത്തുവാനറിയോ അത്രയ്ക്ക്. സോറി ബ്രദർ, പറഞ്ഞിട്ട് കൂടി. തമ്പുരാൻ നൽകിയ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി കരങ്ങടിച്ച് പറഞ്ഞാലും തീരാത്ത കൃപയാണ്. മഴ പോൽ പൊഴിയൂ ആത്മാവേ, കൃപയായി നിറയൂ ആത്മാവേ. എന്നിൽ നിറയൂ പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. ജോർദാൻ നദിയിൽ പ്രാവാൻ, സെഹിയോനിൽ തീനാവാൻ, സ്നേഹന്മാരെ പൂരിതരാക്കിയ പരിശുദ്ധ റൂഹായേ. ജോർദാൻ നദിയിൽ പ്രാവാൻ, സെഹിയോനിൽ തീനാവാൻ, സ്നേഹന്മാരെ പൂരിതരാക്കിയ പരിശുദ്ധ റൂഹായേ. ആദിമസഭയിൽ ഇറങ്ങി വന്നൊരു പരിശുദ്ധാത്മാവേ, ഇന്നീ സഭയിൽ അഭിഷേകത്തിൻ അഗ്നി ഇറക്കണമേ.